പച്ചച്ചീര എപ്പോഴൊന്നും എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എനിക്കങ്ങനെ പച്ചച്ചീര കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ ഒരു ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചീര നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ഞാൻ അവിടെ എടുത്തേക്കണേ. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള കൊടുക്കാം. മൂപ്പിക്കുക, നന്നായിട്ട് മൂപ്പിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് മൂപ്പിക്കുക. പച്ചമുളക് ആവശ്യമില്ല, മുളക് പൊടി ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കഴിഞ്ഞാൽ അധികം മൂപ്പിക്കണ്ട, വെളുത്തുള്ളിയുടെ ഫ്ലേവറെല്ലാം കൂടി അങ്ങ് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിച്ചാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അതിൽ ആവിയെല്ലാം കയറിയിട്ട് ഇത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും. തുറന്ന് വെച്ച് വേവിച്ചാൽ ഇല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പം നല്ല ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് തുറന്ന് വെച്ച് വേവിക്കുക. ചീരയെല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പച്ചച്ചീരയിൽ വെള്ളം കുറവായതുകൊണ്ടാണ് എളുപ്പം ഡ്രൈ ആയിട്ട് കിട്ടിയത്. ചുവന്ന ചീരയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം കാണും, എന്നാലും അത്രയധികം കുഴഞ്ഞു വരില്ല കേട്ടോ തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ.